വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവ വചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങളെവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണവും സഭനെയും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 15-ാം അധ്യായം. കർത്താവിനുള്ള കാഴ്ചകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾക്ക് അധിവസിക്കാൻ ഞാൻ തരുന്ന ദേശത്ത് നേർച്ചയോ സ്വാഭിഷ്ട കാഴ്ചയോ നിർദ്ദിഷ്ടമായ തിരുനാളുകളിൽ അർച്ചനയോ ആയി കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്നതിന് കന്നുകാലികളിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ ദഹനബലിയോ മറ്റു ബലികളോ നിങ്ങൾ അർപ്പിക്കുമ്പോൾ വഴിപാട് കൊണ്ടുവരുന്ന ആൾ 4-1 ഹിൻ എണ്ണ ചേർത്ത 10 എഫ നേരിയ മാവ് ധാന്യബലിയായി കൊണ്ടുവരണം. ദഹനബലിയോടും മറ്റു ബലികളോടുമൊപ്പം അർപ്പിക്കേണ്ട ബലിക്ക് ആട്ടിൻകുട്ടി 1-ന് 4-1 ഹിൻ വീഞ്ഞ് വീതം തയ്യാറാക്കണം. മുട്ടാടാണെങ്കിൽ 10-2 എഫ നേരിയ മാവിൽ 3-1 ഫീൻ എണ്ണ ചേർത്ത് ധാന്യബലി തയ്യാറാക്കണം. പാനീയ ബലിക്ക് 3-1 ഫീൻ വീഞ്ഞ് സൗരഭ്യമായി കർത്താവിന് അർപ്പിക്കണം. കർത്താവിന് നേർച്ചയോ സമാധാന ബലിയോ സമർപ്പിക്കാനായി ഒരു കാളയെ ദഹനബലിയോ മറ്റു ബലിയോ ആയി ഒരുക്കുമ്പോൾ അരഹീൻ എണ്ണ ചേർത്ത് 10-3 എഫ നേരിയ മാവ് ധാന്യബലിയായി അർപ്പിക്കണം. ദഹനബലിയോടൊപ്പം കർത്താവിന്റെ മുമ്പിൽ പരിമളപ്പെടുത്താനായി അരഹീൻ വീഞ്ഞ് പാനീയ ബലിയായും അർപ്പിക്കണം. കാളക്കുട്ടി, മുട്ടാട്, ആട്ടിൻകുട്ടി, കോലാട്ടിൻകുട്ടി ഇവയിലേതായാലും ഇപ്രകാരം തന്നെ ചെയ്യണം. അർപ്പിക്കുന്ന ബലിമൃഗങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോന്നിനും ഇങ്ങനെ ചെയ്യണം. സ്വദേശികൾ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. തൽക്കാലത്തേക്ക് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരതാമസമാക്കിയ ഒരുവനോ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവനും ചെയ്യണം. സമൂഹത്തിന് മുഴുവൻ നിങ്ങൾക്കും നിങ്ങളോടുകൂടി വസിക്കുന്ന പരദേശികൾക്കും എക്കാലവും ഒരേ നിയമം ആയിരിക്കും. നിങ്ങളും പരദേശികളും കർത്താവിന്റെ മുമ്പിൽ ഒന്നുപോലെ തന്നെ. നിങ്ങൾക്കും നിങ്ങളോടുകൂടി വസിക്കുന്ന പരദേശികൾക്കും ഒരേ നിയമവും ചട്ടവും ആയിരിക്കണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ കൊണ്ടുപോകുന്ന നാട്ടിൽ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് കാഴ്ച അർപ്പിക്കണം. ആദ്യം കുഴയ്ക്കുന്ന മാവ് കൊണ്ട് ഒരപ്പം ഉണ്ടാക്കി കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കണം. ബലികളത്തിൽ നിന്നുള്ള സമർപ്പണം പോലെ അതും നീരാജനം ചെയ്യണം. ആദ്യം കുഴയ്ക്കുന്ന മാവിൽ നിന്ന് തലമുറ തോറും നിങ്ങൾ കർത്താവിന് കാഴ്ച സമർപ്പിക്കണം. കർത്താവ് മോശ വഴി നൽകിയ കൽപ്പനയ്ക്കെതിരായി അന്നു മുതൽ നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അബദ്ധവശാൽ തെറ്റ് ചെയ്യാൻ ഇടയായാൽ സമൂഹം മുഴുവനും കൂടി ഒരു കാളക്കുട്ടിയെ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കണം. അതോടൊപ്പം വിധിപ്രകാരം ധാന്യബലിയും പാനീയ ബലിയും സമർപ്പിക്കണം.
പാപപരിഹാര ബലിയായി ഒരു മുട്ടാടിനെയും അർപ്പിക്കണം. പുരോഹിതൻ ഇസ്രായേൽ സമൂഹം മുഴുവനും വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ അവർക്ക് മോചനം ലഭിക്കും. കാരണം അബദ്ധത്തിൽ പിണഞ്ഞ തെറ്റാണത്. അതിന് അവർ കർത്താവിന് ദഹനബലിയും പാപപരിഹാര ബലിയും സമർപ്പിച്ചു. ഇസ്രായേൽ സമൂഹത്തിനും അവരുടെ ഇടയിലെ വിദേശികൾക്കും മോചനം ലഭിക്കും. ജനങ്ങളെല്ലാം തെറ്റിൽ ആയിരുന്നല്ലോ. ഒരാൾ അറിയാതെ തെറ്റ് ചെയ്ത് പോയാൽ അവൻ പാപപരിഹാര ബലിയായി ഒരു വയസ്സുള്ള പെണ്ണാടിനെ കാഴ്ചവെക്കണം. മനഃപൂർവമല്ലാത്ത തെറ്റിന് പുരോഹിതൻ കർത്തൃസന്നിധിയിൽ പരിഹാരം അനുഷ്ഠിക്കട്ടെ. അവന് മോചനം ലഭിക്കും. അറിയാതെ ചെയ്യുന്ന തെറ്റിന് ഇസ്രായേൽക്കാരനും അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിക്കും ഒരേ നിയമം തന്നെയാണ്. കരുതിക്കൂട്ടി തെറ്റ് ചെയ്യുന്ന സ്വദേശിയും വിദേശിയും കർത്താവിനെ അധിക്ഷേപിക്കുന്നു. അവനെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. അവൻ കർത്താവിന്റെ വചനത്തെ നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ തീർത്തും പുറത്തള്ളണം. സ്വന്തം അകൃത്യത്തിന്റെ ഫലം അവൻ അനുഭവിക്കണം. സാബത്ത് ലംഘനം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാബത്ത് നാളിൽ വിറക് ശേഖരിച്ചു. അത് കണ്ടവർ അവനെ സമൂഹത്തിന്റെ മുമ്പിൽ മോശയുടെയും അഹരോന്റെയും അടുത്ത് കൊണ്ടുവന്നു. എന്തു ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആ മനുഷ്യൻ വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തു വെച്ച് ജനം ഒന്നു ചേർന്ന് അവനെ കല്ലെറിയട്ടെ. കർത്താവ് കൽപ്പിച്ചതുപോലെ ജനം പാളയത്തിന് വെളിയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു കൊന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിന്റെ വിളുമ്പുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടാനും ഇസ്രായേലിയരോട് കൽപ്പിക്കുക. ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെയും പിഞ്ചല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. അങ്ങനെ നിങ്ങൾ എന്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുകയും നിങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരായിരിക്കുകയും വേണം. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.